Good morning, all. Good morning. Morning. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഫൈസൽ വടകര സാറാണ്. സാറിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. സാറിന് എല്ലാവർക്കും അറിയുന്നതാണ്. സാറിനെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സാർ ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. മോർണിംഗ് സാർ. മ്യൂട്ടാണ്. Good morning, Susan ma'am. Good morning all. Good morning. മാമിനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ട്ടോ രാവിലെ. അത് ശരി. ഓ, താങ്ക് യു. Hello, good morning everyone. Good morning. Good morning. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇപ്പൊ Good to see കേൾക്കുന്നുണ്ടല്ലോ you അല്ലേ? again. Yes, ഇപ്പൊ കേൾക്കാം. Thank you, Susan ma'am. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. ഇന്ന് നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ 371 ഇടയാണ് അല്ലേ? അതെ. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം നൽകിയ വിംബിളിനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും അതിന്റെ സ്ഥാപകനായ ഫൈസൽ സാറിനും മോർണിംഗ് സർക്കിൾ കോർഡിനേറ്ററായ സജന മാമിനും ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങുന്നു. ഇന്നത്തെ നമ്മുടെ സെഷന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നെക്സ്റ്റ് ജനറേഷൻ ലേണിംഗ് ദ ജമനായി എന്നാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജമനായി ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ്. നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ ജമനായി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. എന്നിരുന്നാലും നമുക്ക് കൂടുതൽ ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ ജമനായി? ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ലത്. ഇന്നിപ്പം Okay. ആഫ്റ്റർ യുവർ ക്ലാസ് മേ ബി വിൽ സി. Okay. തീർച്ചയായിട്ടും നമുക്ക് ജമനയെ ഒന്ന് അറിയാൻ ശ്രമിക്കാം. കൂടുതലായിട്ട് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടായി എന്ന നിലക്ക് നമുക്ക് ഇതിനെ നമ്മുടെ ഒരു വേലക്കാരൻ എന്ന നിലക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു 20ഓളം പോയിന്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ സജനമൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പേര് ഫൈസൽ എന്നാണ്, ഫൈസൽ വടകര എന്നാണ്. ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ വിംബിളിൽ 7ഓളം ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു എടുത്തിട്ടുണ്ട്. ഞാൻ വിംബിളിന്റെ ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിലെ 22ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പോ ദുബായിൽ സീനിയർ സൂപ്പർവൈസറായിട്ട് ജോലി നോക്കുകയാണ്. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിലാണ്. 10 വർഷത്തോളമായി ദുബായിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം പല പല AI ടൂളുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷെ ഇതിന്റെ ഒന്നും ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക്
യൂസ് ചെയ്യാൻ പറ്റാത്തത്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. പല പല AI ടൂളുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അറിയുമ്പോഴാണ് നമ്മൾക്ക് ഇത്രയേറെ സാധ്യതകൾ ഇതിനുണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ജെമിനിയെ കുറിച്ച് പറയുമ്പോൾ ഇത് ഗൂഗിളിന്റെ ഒരു ടൂളാണ്, AI ടൂളാണ്. നമുക്കറിയാം ഗൂഗിളിന്റെ AI ടൂൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നോളജ് ലെവൽ വളരെ വാസ്റ്റ് ആണ്. അത്രയും ഡാറ്റ ഗൂഗിൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഒരു ഡാറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗൂഗിളിൽ പല പല ഫീച്ചേഴ്സും ഡേ ബൈ ഡേ ഈ ഒരു ടൂളിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി ഈ നമ്മുടെ ജിമെയിൽ, അതേപോലെ യൂട്യൂബ്, നമ്മളുടെ ഗൂഗിൾ ഡ്രൈവ്, അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പൊ നമ്മളെ മുമ്പ് ചർച്ച ചെയ്തിരുന്നു നോട്ട്ബുക്ക് LM, ഇതെല്ലാം ഒരൊറ്റ കുടക്കീഴിലാക്കിക്കൊണ്ട് ഉള്ള ഒരു ടൂളാണ് ജെമിനി. ഇപ്പോ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, എങ്ങനെയൊക്കെ നമ്മൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താമെന്ന് ചർച്ച ചെയ്യാം. ആദ്യമായി നമ്മൾക്ക് ഇതിനെ ഒരു പേഴ്സണൽ ട്യൂട്ടറായി കണക്കാക്കിക്കൊണ്ട് നമ്മൾക്കിതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അതായത് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുക ഇതൊരു ലൈവ് ഡെമോ ആയിക്കൊണ്ട് ചെയ്യുമ്പോഴാണ്. പക്ഷെ നമുക്ക് നോക്കാം, നമുക്ക് ഏതൊക്കെ പോയിന്റുകൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് മൊബൈലിൽ കാണിച്ചുകൊണ്ട്, അതായത് നമ്മുടെ മൊബൈലിലേക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ജെമിനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഓരോ യൂസ്ഡ് കേസായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴായിരിക്കും കൂടുതൽ ക്ലിയർ ആവുക. അപ്പൊ അത് സാധ്യമാകുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ശ്രമിക്കാം. ആദ്യമായിട്ട് പേഴ്സണൽ ട്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ജെമിനിയെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അതായത് നമ്മൾക്കിപ്പോ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ടാകാം, റിസർച്ച് ചെയ്യേണ്ടതുണ്ടാകാം. ഇതിനൊക്കെ തന്നെ നമ്മൾ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ജെംസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എനിക്ക് ഇംഗ്ലീഷ് ഭാഷാ പഠനം നല്ല രീതിയിൽ നടത്തണം. അപ്പോൾ എനിക്കൊരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക്, ഒരു മെൻറ്റർ എന്നുള്ള നിലയ്ക്ക് ജെമിനിയെ കണക്കാക്കിക്കൊണ്ട് ഞാൻ അത് ഒരു കസ്റ്റമൈസ് ചെയ്യാണ്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ടുകൊണ്ട് ജെമിനിയോട് ഞാൻ പറയാണ്, ജെമിനി താങ്കൾ ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എന്നെ കോച്ച് ചെയ്യണം. എനിക്ക് ആ തരത്തിൽ എനിക്ക് താങ്കൾ എന്നോട് പെരുമാറിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ എനിക്ക് ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻസി ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്നെ താങ്കൾ കറക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ താങ്കളോട് സംസാരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് എൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാം എന്നാണ് താങ്കൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്. അങ്ങനെ ഒരു മെൻറ്ററെ അങ്ങനെ ഒന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് എനിക്ക് സൈബർ സെക്യൂരിറ്റിയിൽ വളരെ ഒരു മികച്ച ആളാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് താങ്കൾ എന്നെ സഹായിക്കണം, ആ രീതിയിൽ എനിക്ക് കോച്ചിങ് തരണം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളൊക്കെ എൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആ തരത്തിൽ ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ മറ്റ് AI ടൂളുകളിൽ നമ്മൾ സാധാരണ ChatGPT ഒക്കെ ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു കാര്യം ചാറ്റ് ചെയ്തിട്ട് നാളെ വീണ്ടും ചാറ്റ് ചെയ്യുമ്പോൾ ഓരോ ചാറ്റും ഫ്രഷ് ചാറ്റാണ്. അതേസമയം നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒരു കാര്യം നമ്മൾ അതിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ലാംഗ്വേജ് പാർട്ട്ണറായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് എനിക്ക് കോച്ചിങ് തരണമെന്ന് ഞാൻ ജെമിനിയോട് പറയുകയാണെങ്കിൽ വീണ്ടും നാളെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും വന്ന് നാളെ പിന്നെയും വന്നുകൊണ്ട് ഇതേ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് അതിനോട് നാളത്തെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയാവും. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഞാനൊരു സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഫോണിൽ ജെമിനി ഓപ്പൺ ചെയ്യാണ്.
എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഫോണിലും കൂടി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ കാണാൻ പറ്റുമല്ലോ. 1 സെക്കൻഡ്. Recording in progress. Recording in progress. Recording in progress. Recording in progress. മാം ഒന്ന് തന്നെ ഹോസ്റ്റ് ആക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തത്. ചെയ്യാം സർ. രണ്ടാമത്തെ ആ. ജോയിൻ ചെയ്തതാണ് ഫൈസൽ. കിട്ടിയിട്ടുണ്ട് സർ. ഉണ്ടല്ലേ. ഇപ്പോ സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ എന്നാല് ഫോണിൽ കാണിക്കാം ജസ്റ്റ്, പിന്നീട് നമുക്കത് വിശദീകരിക്കാം. ഇതാണ് ഇപ്പൊ ഞാൻ ജെമിനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോ ജെമിനിയുടെ സ്ക്രീനിൽ ലൈവ് ഓപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇതില് ഞാൻ ജസ്റ്റ് പറയുകയാണ് ജെമിനിയോട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ജെമിനി, എനിക്ക് ഇംഗ്ലീഷ് നന്നായി പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ എനിക്ക് താങ്കളെ എനിക്കൊരു ഇംഗ്ലീഷ് ടീച്ചറായി ആക്ട് ചെയ്തുകൊണ്ട് താങ്കൾ എനിക്ക് അതിനുള്ള കോച്ചിങ് തരണം. ഓക്കെ? തീർച്ചയായും താങ്കളെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ പഠന പ്രക്രിയ രസകരവും ഫലപ്രദവുമാക്കാം. നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നോ അതോ താങ്കൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങളിൽ നിന്നോ തുടങ്ങാം. ദൈനംദിന സംഭാഷണങ്ങൾ, യാത്രകൾ, അല്ലെങ്കിൽ താങ്കളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വാക്കുകളാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് ഓരോ ദിവസവും പുതിയ വാക്കുകളും ശൈലികളും പഠിക്കാം. ഒപ്പം നമുക്ക് താങ്കളുടെ നമുക്ക് സംഭാഷണം- സാധാരണ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തുടങ്ങാം. ക്യാൻ വി സ്റ്റാർട്ട്? തീർച്ചയായും നമുക്ക് തുടങ്ങാം. ഒരു സാധാരണ ചോദ്യം, ഹൗ വാസ് യുവർ ഡേ ടു ഡേ? ഇത് ഉപയോഗിച്ച് താങ്കൾക്ക് എന്ത് പറയുന്നു? ഇന്ന് My day is താങ്കൾ- very wonderful. What about you? ഞാനൊരു AI ആയതുകൊണ്ട് മനുഷ്യരുടെ, അതായത് Can we എനിക്ക് start can we discuss in English only? Understood. From now on, our conversation will be entirely in English. It's wonderful to hear that you had a great day. As an AI, I don't experience days like you do, but ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലെ? അപ്പോ ജെമിനി തരുന്ന മറുപടി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? യെസ്, അതും കേൾക്കായിരുന്നു. കേൾക്കാം. അപ്പൊ ഈ ഒരു ലൈവ് ഇന്ററാക്ഷൻ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും തന്നെ നേരിട്ട് സംസാരിക്കാം. ഒരു ഫ്രണ്ടിനെ പോലെ കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡൗട്ടുള്ള ഏത് കാര്യങ്ങളും നമ്മൾ ജെമിനിയോട് ചോദിച്ചുകൊണ്ട് ഒരു ടീച്ചറെ പോലെ എന്താണോ നമ്മുടെ ആവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ മറ്റ് AI ടൂളുകളിൽ നിന്ന് ഞാൻ ഇതിന്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മറ്റ് AI ടൂളുകളിൽ നിന്ന് ഞാൻ കണ്ടത് നമുക്ക് മലയാള ഭാഷ വളരെ നല്ല രീതിയിൽ ഈ ടൂള് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഞാൻ ഒരു പോയിന്റ് ഇപ്പൊ പറഞ്ഞത്
നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യം എന്താണോ പേഴ്സണൽ ട്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് ഡിഫറെന്റ് ജെംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജെമിനി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ജെമിനിയിൽ അതായത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫിസിക്സ് പഠിക്കണം, മാത്സ് പഠിക്കണം, അങ്ങനെ ഡിഫറെന്റ് സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ ജെംസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് വീണ്ടും വീണ്ടും വിശദീകരിക്കണം എന്നില്ല. പിറ്റേ ദിവസം അതിന്റെ നമുക്ക് എന്താണോ പഠിക്കുക അതിന്റെ ബാക്കി നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതാണ്. അതായത് ജെമിനിയുടെ ലൈവ് ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ചോദിക്കുകയാണ് ഈ കാണുന്നത് എന്താണ്, എനിക്കറിയാത്ത ഒരു സംഗതിയാണ്, ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണ്, എന്തായിക്കോട്ടെ, ഞാൻ അതിന്റെ ലൈവ് ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇതാ ഈ സ്ക്രീനാണ്, ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എനിക്ക് സ്ക്രീൻ ഡയറക്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. എന്തായാലും പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എല്ലാം വിശദീകരിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് ക്ലിയർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ നമ്മൾ ജെമിനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ലൈവ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് ഒരു ക്യാമറ ചിഹ്നത്തിലുള്ള ഒരു ഐക്കൺ ഉണ്ടാവും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ ഓപ്പൺ ആയി വരികയാണ്. പിന്നീട് ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ലൈവ് ആയിക്കൊണ്ട് കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ്. അതാണ് ഈ കാണുന്ന, ഞാൻ ഉദാഹരണത്തിന് ജസ്റ്റ് കാണിക്കാം. ഇതിനകത്ത് ക്യാമറ കാണുന്നില്ലല്ലോ. ജെമിനി ഓപ്ഷനിൽ ആസ്ക് ജെമിനി എന്നുള്ളതാണ് വരുന്നത്. പിന്നെ അവിടെ ഇതുണ്ട്, മൈക്രോഫോൺ. ലൈവ് ഫീച്ചർ കണ്ടോ? ലൈവ് ആയിട്ടുള്ള ആ ബട്ടൺ കണ്ടോ? നമ്മളൊരു ഒരു ചെറിയ വര, വലിയ വര, അങ്ങനെയുള്ള 3 ലൈൻസ് കണ്ടില്ലേ? 2 ലൈൻ ഉള്ളവരുണ്ട്. റൈറ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ് സൈഡില് 2 ലൈനുള്ളതല്ല. റൈറ്റ് സൈഡിൽ ഒരു പെന്നാണ് കാണിക്കുന്നത്. പെന്നല്ലല്ലോ, ഒരു മൈക്കിന്റെ തൊട്ടപ്പുറത്ത്. ഓ, അത് അവിടെ. ഓക്കെ, റൈറ്റ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലൈവ് ഓപ്പൺ ആയി. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അതിന്റെ നടുക്ക് പിന്നെ താഴെ 2-3 ക്യാമറ അല്ലേ? അതിന്റെ നടുക്ക് അല്ല, ഏറ്റവും ഫസ്റ്റ് കാണുന്നതാണ്, ലെഫ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് കാണുന്നത്. ഓക്കെ ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് നമുക്ക് ക്യാമറ ഓപ്പൺ ആയി വരും. ഉദാഹരണത്തിന് ഞാൻ എന്റെ ജെമിനിക്ക് ഒരു ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ജെമിനി, ഈ കാണുന്നത് എന്താണെന്ന് പറയാമോ? ഇതൊരു JBL വയർലെസ് ഇയർബഡുകളുടെ ചാർജിംഗ് കേസാണ്. JBL അവരുടെ സൗണ്ട് ക്വാളിറ്റിക്ക് വളരെ പേര് കേട്ടവരാണ്. അതുപോലെ തന്നെ ഈ ഇയർബഡുകൾ കേൾക്കുന്നുണ്ടോ? ദീർഘനേരം നിലനിൽക്കുന്ന ബാറ്ററി ലൈഫും മികച്ച ഡിസൈനും നൽകുന്നുണ്ട്. ഈ കേസ് ഉപയോഗിച്ചുള്ള നിങ്ങളുടെ ഓക്കെ, അപ്പൊ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് പറയും എന്താണ് ഇത് JBLന്റെ ഇയർബഡ് ആണ് എന്നുള്ളത് ജെമിനി പറയുകയാണ്. അതേപോലെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ആക്കിക്കൊണ്ട് ഇതിനോട് ചോദിക്കുകയാണ് ഈ കാണുന്നത് എന്താണ്. അപ്പോ ഇത് പല ഫീച്ചറുകൾക്കും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ഉണ്ട്, ആ മെഡിസിൻ എന്താണെന്ന് നമുക്ക് അറിയണം. ഇപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയണം. ആ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ജെമിനിയോട് ചോദിക്കുകയാണ് ഇതെന്താണ്, ഇതിന്റെ യൂസ് എന്താണെന്ന് ജസ്റ്റ് ചോദിക്കുമ്പോഴത്തേക്കും അത് ക്ലിയർ ആയിട്ട് നമുക്ക് മറുപടി പറഞ്ഞു തരും. ഇതാണ് ഈ മരുന്ന്, ഇത് ഇന്ന ഡിസീസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് കാര്യം ആയിക്കോട്ടെ, ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൂഗിളിന്റെ ഡാറ്റാബേസിൽ ഉള്ളതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് കൃത്യമായിട്ടുള്ള മറുപടി തരും. എന്നാലും നമ്മൾ മരുന്നുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കൃത്യത ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ 3ാമത്തെ പോയിന്റിലേക്ക് പറയുമ്പോൾ നമുക്ക് സ്മാർട്ട് ഹോം ടീച്ചർ എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ മനസ്സിലാകാത്ത ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ പാഠഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കെ ജസ്റ്റ് ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്നു, നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് ഫയൽ ആയിക്കോട്ടെ, ഈ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോസ്, ക്യാമറ, ഇമേജസ്, വീഡിയോസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ പറ്റും. അപ്പൊ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയല്, ഫോട്ടോസ്, ലൈവ് ഫോട്ടോ എടുക്കാനുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച പോലെ ലൈവ് ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ഏത് പാഠഭാഗമാണോ പഠിക്കുന്നത്
ആ പാഠഭാഗം ജസ്റ്റ് കാണിച്ചാലും മതി. ഇതെന്താണ് എൻ്റെ കുട്ടികൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ പാഠഭാഗം എന്താണ്, ഈ മാത്സിന്റെ ഉത്തരം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയേണ്ട താമസം അത് ഒരു മാത്സ് ടീച്ചറെ പോലെ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ്. അപ്പോ നമ്മള് ഒരു സെക്കൻഡ്, ഇത് എവിടെയായിരുന്നു? ഇത് നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലസ് ബട്ടൺ കാണുന്നില്ല, പ്ലസ് ബട്ടൺ, ഒരു പ്ലസ് ബട്ടൺ കാണുന്നില്ല, മെയിൻ സ്ക്രീനിൽ ഒരു പ്ലസ് ബട്ടൺ. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഫോട്ടോസ്, ക്യാമറ, ഇമേജ് ഒക്കെ കണ്ടോ? മ്യൂസിക്, ക്യാൻവാസ്, അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ ഫോട്ടോസും എന്താണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാന് ഒന്ന് ഒരു പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സമയപരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണോ വിശദീകരിക്കാൻ കഴിയുന്നത് അത് കൂടുതൽ വിശദീകരിക്കാം. കാരണം നമ്മൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. ഡെമോ കാണിച്ചുകൊണ്ട്, ലൈവ് സ്ക്രീൻ കാണിച്ചുകൊണ്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്നാൽ മാത്രമേ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഇത് ഉപയോഗിക്കും തോറും ഇതിന്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ അടുത്ത ഒരു ഫീച്ചർ മ്യൂസിക് ജനറേറ്റർ എന്നുള്ളതാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ജെമിനിയുടെ ഒരു ഫീച്ചർ. അപ്പോൾ നമ്മൾ ഇപ്പോ ജസ്റ്റ് എന്താണ് ഇതില് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് വിംബിൾ അക്കാദമിയെ കുറിച്ചും മോർണിംഗ് സർക്കിളിനെ കുറിച്ചും ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു പാട്ടുണ്ടാക്കുകയാണ്. ജസ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം നമുക്ക്. ജെമിനി മോർണിംഗ് സർക്കിളിനെ കുറിച്ചും വിംബിൾ അക്കാദമിയെ കുറിച്ചും ഒരു പാട്ടുണ്ടാക്കണം വളരെ പെട്ടെന്ന്. അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ നമുക്ക് മറ്റു വിഷയങ്ങൾ പോവാം. പിന്നീട് ഞാനത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ടു വീഡിയോ എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഒരു വീഡിയോ കണ്ടന്റ്, വളരെ ചെറിയ ഷോർട്ട് ലെങ്തിലുള്ള വീഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നാലും ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന വിഷയത്തിൽ എനിക്കൊരു വീഡിയോ ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ അത് ക്രിയേറ്റ് ചെയ്ത് തരും. കൂടാതെ ഇതിൽ നമ്മൾ ജെമിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് പറയുന്ന മലയാളത്തിൽ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം AI ടൂളുകളിൽ കിട്ടാത്തതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനെ എല്ലാത്തിലും പ്രോംപ്റ്റ് കൃത്യമായി കൊടുക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ജെമിനിയോട് തന്നെ ചോദിക്കുക, ജെമിനി എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്, അപ്പൊ എനിക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് താങ്കൾ ഉണ്ടാക്കി തരിക എന്ന് ജെമിനിയോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ അതിൽ വേണമെന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പ്രോംപ്റ്റ് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രോംപ്റ്റ് വളരെ കൃത്യമായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും ട്രൈ ചെയ്യേണ്ടത് ഈ ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജെമിനിയും മറ്റ് AI ടൂളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശരിയായ പ്രോംപ്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ജെമിനിയുടെ സപ്പോർട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട്, നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. അടുത്തൊരു ഫീച്ചർ ജെമിനി ലൈവ് അവതാർ എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ പലപ്പോഴും അവതാർ അതും വളരെ ഷോർട്ട് ലെങ്തിലാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അവതാർ എന്ന് പറയുമ്പോൾ നമ്മൾ ജെമിനിയുടെ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നതാണ്. ആദ്യമായി അതിന് ചെറിയ സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ചില നമ്പർ പറയുക, ഒരു വീഡിയോ ഓൺ ആക്കിക്കൊണ്ട് അങ്ങോട്ട് തിരിയുക, ഇങ്ങോട്ട് തിരിയുക. അപ്പൊ നമ്മുടെ ശബ്ദവും നമ്മുടെ ചലനങ്ങളും നമ്മുടെ ഫേസും ഒക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് നമ്മൾ എന്താണോ നമുക്ക് കണ്ടന്റ് വേണ്ടത് ആ കണ്ടന്റ് ജെമിനിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സൗണ്ടിൽ
നമ്മുടെ രൂപത്തിൽ ജെമിനി വീഡിയോ ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും വലിയ വലിയ യൂട്യൂബേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, അവർക്കിതിന് എപ്പോഴും ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഒന്നും ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടാൻ സാധിക്കില്ല. പക്ഷെ അവർ അവതാറുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കണ്ടന്റ് ജസ്റ്റ് മാത്രം കൊടുത്തുകൊണ്ട് യൂട്യൂബ് വീഡിയോസ് അവർ പറയുന്നത് പോലെ ക്രിയേറ്റ് ചെയ്ത് തരും. അവരുടെ അതേ ശബ്ദത്തിൽ, അതേ രൂപത്തിൽ, അതേ ചലനത്തിൽ, ഇതൊക്കെ ടെക്നോളജി മനസ്സിലാക്കിക്കൊണ്ട് അതേപോലെ ക്രിയേറ്റ് ചെയ്തിരുന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് വേഗതയിൽ പോകുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഇൻബിൽട്ട് ഗൂഗിൾ മാപ്പ് നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ ഒരു നമ്മൾ സെക്കൻഡ്. ഏതെങ്കിലും ഒരു സ്ഥലം ഈ ലൈവ് അവതാർ എവിടെയാണ് ഇതിനകത്ത്? അതും നമ്മളെ എന്താ പറയണ്ടേ, ഒരു സെക്കൻഡ്, പ്ലസിനകത്താണോ? നമുക്കൊന്ന് നേരത്തെ ഇപ്പൊ ഒരു നമ്മുടെ നേരത്തെ പറഞ്ഞ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് കേൾക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ. Gemini morning circle. Gemini morning circle. പുലരിതൻ കിരണം മനസ്സിൽ നിറയും പ്രതീക്ഷകൾ ഒരുമയുടെ സ്നേഹവലയം. കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? യെസ് സർ, കേട്ടു. പ്രതീക്ഷകൾ ഒരുമയുടെ സ്നേഹവലയം നമ്മെ ചേർക്കുന്നു ഒന്നായി. പിമ്പലാൽ അറിവിൻ വാതിൽ തുറക്കുന്നു നമ്മുടെ ലോകം കൂടുതലായിട്ടൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമുക്ക് ആരുടെ പേര്, നമ്മുടെ ഭാര്യ പേരുടെ പേര് കൊടുക്കാം, മകന്റെ പേര് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പേര് കൊടുത്തുകൊണ്ട് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോ അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കുട്ടികളുടെ പേരൊക്കെ വെച്ചുകൊണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ പേരൊക്കെ വെച്ചുകൊണ്ട് എനിക്കൊരു പാട്ട് ക്രിയേറ്റ് ചെയ്യണം, ജസ്റ്റ് പറയേ വേണ്ടൂ. കൂടുതലായിട്ടൊന്നും ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കണ്ട. നിമിഷങ്ങൾക്കുള്ളിൽ അത് മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പോ നേരത്തെ സുസമയം എന്തായിരുന്നു ചോദിച്ചത്? ലൈവ് അവതാർ അതെവിടെയാണ്? ലൈവ് അവതാർ അവതാർ അതും ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ്, ക്യാമറ, പിന്നീട് അവിടെ കാണാൻ പറ്റും ഏറ്റവും മുകളിൽ. ഫോട്ടോസ്, ക്യാമറ, പിന്നെ ഫയൽസ്. പിന്നെ വലത്തോട്ടുണ്ട്. ഓക്കെ. ഡ്രൈവ്, നോട്ട്ബുക്സ്, അത്രയും സംഭവമുള്ള. അവതാർ കാണാൻ പറ്റുന്നില്ല. ഇല്ല, അത് പെയ്ഡിന് മാത്രമേ ഉള്ളൂ. ഇതിന് പെയ്ഡ് വേർഷൻ ഉണ്ടോ? പ്രൊവേഷൻ ആയിരിക്കും. ഇത് ജെമിനി ഫ്ലാഷ് ആണ്. ഇത് അതിനകത്തില്ല. അതിൽ തന്നെ ഈ ഒരു പിന്നെ മുകളിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ജെമിനി ഫ്ലാഷ്, അവിടെ 3.1, 3.5 പ്രോ, തിങ്കിങ് ലെവൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ടോ ഏറ്റവും മുകളിലായിട്ട്? 3.1 ഫ്ലാഷ് ലൈറ്റ്, 3.5, 3.1 അഡ്വാൻസ്ഡ് ഒക്കെ ഉണ്ട്. യെസ്. ഓക്കെ. അതും നമുക്ക് താഴെ തിങ്കിങ് ലെവൽ, സ്റ്റാൻഡേർഡ്, എക്സ്റ്റൻഡേർഡ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ഉണ്ട്. അതും നമ്മളെ കൂടുതൽ നമുക്ക് പെട്ടെന്നുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ എന്താണ് സ്റ്റാൻഡേർഡിൽ കൊടുത്താൽ മതി. കൂടുതൽ എക്സ്റ്റൻഡേർഡ്, കൂടുതൽ റിസർച്ച് പരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്റ്റൻഡേർഡ് അതിലേക്ക് കൊടുക്കും. അതിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ അതും നമുക്ക് സെലക്ട് ചെയ്യാം അവിടെ. ഓക്കെ. കുറച്ച് പോയിന്റ്സും കൂടി പറയാൻ നന്നായിരിക്കും തോന്നുന്നു. അപ്പൊ ഞാൻ മുന്നോട്ടേക്ക് പോട്ടെ, കുറച്ചുകൂടി എടുക്കട്ടെ? റെഡിയല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം കാര്യങ്ങള്. അപ്പൊ മാത്രമാണ് ഇതിന്റെ സാധ്യതകൾ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാവുക നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോ ഇതിൽ ഇൻബിൽറ്റ് ഗൂഗിൾ മാപ്പുമായിട്ട് ഇപ്പോൾ ഇത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ ആ യാത്ര പ്ലാൻ ചെയ്യാൻ വേണ്ടി യാത്രയിൽ ഇന്ന സ്ഥലത്തൊക്കെ എവിടെയൊക്കെ ആയിരിക്കും കഫ്റ്റീരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ഈ സ്ഥലത്താണ് ഞാൻ പോകുന്നത്, അപ്പൊ ഇതിന്റെ റൂട്ട് ഏറ്റവും നല്ലത് ഏതായിരിക്കും എന്നൊക്കെ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കുക. ജെമിനി ഓപ്പൺ ആക്കുക. ജെമിനോട് പറയാം, ജെമിനി ഞാൻ ഇന്ന് എൻ്റെ ഇവിടെയുള്ള സ്ഥലം പറയാം, ദുബായ് മാളിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല വഴി ഞാൻ ഇവിടെ നിൽക്കുന്നത് അബൂഹയിൽ നിന്നുകൊണ്ട് എൻ്റെ സ്ഥലം പരിശോധിച്ചുകൊണ്ട് ഏറ്റവും നല്ല വഴി ഏതാണെന്ന് പറയാമോ?
അബുഹൈലിൽ നിന്നും ദുബായ് മാളിലേക്കുള്ള യാത്രയെക്കുറിച്ച് പരിശോധിക്കാം. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഷെയ്ഖ് സായദ് റോഡ് വഴിയുള്ള റൂട്ടാണ് സാധാരണയായി ഏറ്റവും ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ചെറുതായിട്ടല്ല, നല്ലതായിട്ട് കേട്ടു. കേൾക്കാൻ കേട്ടുല്ലേ? പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ശരിക്കും ഒരു ലൈവ് എന്താണ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കിതൊരു വലിയൊരു സെഷനായിട്ട് ചെയ്യാൻ തന്നെ നോക്കണം. ഓക്കെ. അപ്പോ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു കൊണ്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അപ്പോ നമുക്ക് ആ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എന്താണോ യാത്രയിലൊക്കെ ആവശ്യം, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്താണോ നമ്മുടെ ആവശ്യം, അത് സ്ഥലങ്ങളെ പറ്റി മനസ്സിലാക്കാനും ഒക്കെ ഇതിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് പ്രോഡക്റ്റ് കമ്പാരിസൺ എന്നാണ്. അതായത് നമ്മളൊരു ഫോൺ വാങ്ങിക്കണം, പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ പലതും നോക്കാറുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ ഏറ്റവും നല്ല മോഡൽ ഏതാണ്, എന്തായിരിക്കും പ്രൈസ്, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചറുകൾ കൂടുതലായിട്ട് ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുന്നു. ജെമിനി ഞാൻ ഇന്ന ഫോണാണ് വാങ്ങിക്കാൻ പോകുന്നത്, ഇപ്പൊ മാർക്കറ്റിൽ ഏതൊക്കെയാണ് നല്ല അവൈലബിൾ ആയിട്ടുള്ളത്, മോഡൽസ്, അതിന്റെ പ്രൈസ് എന്താണ്, ഇത് എങ്ങനെ കമ്പാരിസൺ ചെയ്യാം എന്നൊക്കെ പറയേണ്ട താമസം. അത് എത്ര ഫോണുമായിട്ട് കമ്പാരിസൺ ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരണമോ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. അപ്പോ ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അടുത്തത് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ കൂടിയാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി ഇന്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നുള്ള പോസ്റ്റിലേക്ക്. അപ്പോൾ ഞാൻ ജെമിനിയോട് പറയാണ്, ജെമിനി എനിക്ക് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ജോലിക്ക് വേണ്ടി പോവുകയാണ്. അപ്പൊ എനിക്ക് ആ ജോലിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. താങ്കൾ ഒരു HR മാനേജർ എന്ന രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുക. ഞാൻ പറയുന്ന ഉത്തരം താങ്കൾ ശരിയാണെങ്കിൽ അത് നല്ല രീതിയിൽ വിശദീകരിച്ച് ഒന്നുകൂടി പറഞ്ഞു തരിക എന്ന് പറയേണ്ട താമസം. നമുക്ക് ഒരു പ്രാക്ടീസിങ് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സാമ്പിൾ ക്വസ്റ്റ്യൻസ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും, നമ്മൾ ഉത്തരം പറയുന്നു. അത് കറക്റ്റ് ആണെങ്കിൽ അത് അങ്ങനെ, അല്ലെങ്കിൽ അത് എന്നെ കറക്റ്റ് ചെയ്യണം എന്ന് പറയേണ്ട താമസം. അത് റോൾ പ്ലേ. അതായത് നമുക്ക് ഏത് രീതിയിലും ഈ റോൾ പ്ലേ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. നമ്മൾ പഠന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ താങ്കൾ എന്നെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന രീതിയിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ബയോളജി അധ്യാപകൻ എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുക. അത് കേവലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോന്നിനും ഓരോരോ സബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ജംസ് ഓപ്ഷൻ. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആ ഓപ്ഷൻസ് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാനത് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇൻസ്റ്റന്റ് പോസ്റ്റ് ആൻഡ് ഇമേജ് ജനറേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ജസ്റ്റ് പറയേണ്ട താമസം, നമുക്കൊരു കഥ പറയണമെന്ന് വെച്ചു, കഥയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തുകൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ആമയും മുയലിന്റെയും കഥ പറയുകയാണെങ്കിൽ ഈ ആമയും മുയലിന്റെയും കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ എനിക്കൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്ത് തരണം എന്ന് പറയേണ്ട താമസം അത് പിക്ചർ ക്രിയേറ്റ് ചെയ്ത് തരും. കൂടാതെ എനിക്ക് എന്റെ ഫോട്ടോ ശരിയില്ല, എനിക്ക് കുറച്ചൊരു ഫോട്ടോ ഒന്ന് ശരിയാക്കിക്കൊണ്ട് എനിക്കൊന്നൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു കോട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ ഇട്ട് നല്ലൊരു ഫോട്ടോ വേണം എന്ന് തോന്നുകയാണ്. എന്റെ കയ്യിൽ ഫോട്ടോ ഇല്ല. ഞാൻ എന്റെ മൊബൈലിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ജെമിനി ഈ ഫോട്ടോയിൽ ഒരു കോട്ടും ടൈയൊക്കെ ഒന്ന് ആഡ് ചെയ്യണം, ശേഷം പാസ്പോർട്ട് സൈസ് ആക്കണം എന്ന് ജസ്റ്റ് പറയേണ്ട താമസം. നമ്മൾ സ്റ്റുഡിയോയിലൊന്നും പോണ്ട, കറക്റ്റ് നല്ല അടിപൊളി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ജെമിനി ക്രിയേറ്റ് ചെയ്ത്. ഈ കോട്ടിന്റെ കളർ ശരിയില്ല, എനിക്കിത് നീല കോട്ടിന് പകരം പച്ച കോട്ട് വേണം, അത് പറയുകയാണെങ്കിൽ ആ കോട്ട് അങ്ങനെ ശരിയാക്കി തരും. അതേപോലെ നമ്മുടെ ആവശ്യം എന്താണോ അത് ഈ വീഡിയോയിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ ലേറ്റസ്റ്റ് ഫീച്ചറിൽ നമ്മളിപ്പോ വീഡിയോയില് ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കാറിന്റെ കളർ ഒന്ന് മഞ്ഞയാക്കി തരണം എന്ന് പറയേണ്ട താമസം വീഡിയോയിലും അത് ക്രിയേറ്റ് ചെയ്ത് തരും, മഞ്ഞ കളറുള്ള കാറ്. അതേപോലെ ഫീച്ചറുകൾ നിരവധിയാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്താണോ ഉപയോഗമാകുക ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അതേപോലെ നോട്ട്ബുക്ക് LMനെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ നോട്ട്ബുക്ക് LMും ജെമിനിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ പിന്നെ നമുക്ക് കൊടുക്കുന്ന വലിയ വലിയ ഫയലുകൾ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിനെ ആസ്പദമാക്കിക്കൊണ്ട് നേരത്തെ നോട്ട്ബുക്ക് എലമെന്റ് ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ട്ബുക്ക് എല്ലാം നമുക്ക് ഉത്തരങ്ങൾ തരിക നമുക്ക് ആവശ്യമുള്ളത് തരിക ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടല്ല, നമ്മൾ എന്താണോ അതിന് ഇൻപുട്ടായി കൊടുക്കുന്നത് അത് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഉത്തരങ്ങൾ നൽകും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു വലിയ പിന്നെ ഫയല് ഈ മാത്സിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള പ്രോബ്ലംസ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ ആ ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ നൽകും. ഇല്ലാതെ നമ്മളിപ്പോ ഗൂഗിളിനോട് ചോദിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കുമ്പോൾ ഉള്ള പ്രശ്നം, ജെമിനി മൊത്തം ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് തരുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഹാലൂസിനേഷൻ കടന്നു വരും. കാരണം പിന്നെ 100% ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ല. ചിലപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പിന്നെ ജെമിനി പറയും അത് ഇങ്ങനെയാണ്, അത് ശരിയാണ്. ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി തെറ്റായിരിക്കും. അപ്പൊ അതിന്റെ വ്യക്തത ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ടൂളുകളിൽ നിന്ന് ശരിയല്ലാത്ത ഉത്തരങ്ങളും നമുക്ക് ലഭിക്കാം. അതിന്റെ വ്യക്തത നമ്മൾ ഉറപ്പുവരുത്തണം. ആ ഒരു കേസിലാണ് നോട്ട്ബുക്ക് എലമെന്റിന്റെ പ്രത്യേകത. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഉത്തരങ്ങൾ നൽകൂ എന്നുള്ളതാണ്. അടുത്തത് പിന്നെ സമയം നീണ്ടുപോകുന്നുണ്ടെങ്കിൽ പറയണേ. ഇപ്പോ 42 ഓക്കെ. അപ്പോ കുറച്ച് ഒരു 4 പോയിന്റ് കൂടി വളരെ വേഗതയിൽ ഞാൻ പറയാം. അപ്പോ നമുക്ക് അടുത്തൊരു പോയിന്റ് പ്രൊഫഷണൽ ഇമെയിൽ റൈറ്റിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പൊ ജിമെയിലുമായിട്ട് ഇന്റഗ്രേറ്റ് ആയതുകൊണ്ട് നമ്മളൊരു വിഷയം ജസ്റ്റ് ജെമിനിയോട് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പറയേ വേണ്ടൂ. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനർ ഡ്രാഫ്റ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. ആ ഡ്രാഫ്റ്റ് ചെയ്ത ജിമെയിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിൽ പിന്നെ മനസ്സിലാവും. നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് മനസ്സിലാവുക. അത് ജിമെയിലിലേക്ക് തന്നെ ഇന്റഗ്രേറ്റ് ആയതുകൊണ്ട് ഒരൊറ്റ ക്ലിക്കിൽ അത് ജിമെയിലിലേക്ക് പോവുകയും പിന്നീടുള്ള എഡിറ്റിംഗ് എല്ലാം നമുക്ക് ജിമെയിലിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ അവിടെ വെച്ച് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് നമ്മള് അത് പിന്നെ ജിമെയിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മള് ഞാൻ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. അല്ല, അത് ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നിങ്ങൾ പിന്നെ ഇമെയിൽ ആണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ആ കണ്ടന്റ് കൊടുത്തുകൊണ്ട് എനിക്കൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് പറയേണ്ട താമസം. അത് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് അതിലൊരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ അതിൽ കാണിക്കും. നമുക്കത് ഞാനത് സുസൻ മാമിനെ പ്രൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരാം. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ പ്ലസിനകത്ത് പേഴ്സണൽ ഇന്റലിജൻസ് എന്നും പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതും പറയാനിരുന്ന സംഭവമാണോ? അതും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് ഡീപ്പ് ലേണിംഗ് അതൊക്കെ എന്താണ് നമ്മൾ ഓരോരോ കണ്ടന്റ് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഡീപ്പായിട്ട് പോകേണ്ടി വരുമ്പോൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു സംഗതികളാണ്. അതിൽ ഒരുപാട് ഡീപ്പ് റിസർച്ച്, ഗൈഡഡ് ലേണിംഗ്, പേഴ്സണൽ ഇന്റലിജൻസ്, ഈ ഓപ്ഷൻസ് ഒക്കെ അതിലുണ്ട്. അതൊക്കെ നമ്മൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചുകൊണ്ട് എന്താണോ നമ്മുടെ ഡൗട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക, ആശാനോട് ചോദിക്കുക. നമ്മൾ ജെമിനിയോട് തന്നെ ചോദിക്കുക, ജെമിനി ഇങ്ങനെ ഒരു സംഭവത്തിൽ കാണുന്നുണ്ടല്ലോ, ഇതെന്താണ്? ആശാൻ നല്ല രീതിയിൽ ഉത്തരം നമുക്ക് പറഞ്ഞു തരും. എന്താണോ നമ്മുടെ ഡൗട്ട് അപ്പൊ അതിനോട് തന്നെ ചോദിക്കുക, അത് കാണിച്ചു തരും. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ ഒരു പിന്നെ വേറൊരു ബട്ടൺ ഉണ്ട്, ലൈവ് ഇന്ററാക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഏരോ ബട്ടൺ കാണാൻ കഴിയും. ആ ഏരോ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട താമസം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ ഷെയർ ആയി. പിന്നെ ജെമിനിക്ക് തന്നെ കാണാൻ കഴിയും നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇന്ന ഓപ്ഷൻ കാണുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ജെമിനിയോട് ചോദിക്കുക, ജെമിനി
എനിക്ക് ഇന്ന സെറ്റിംഗ് എൻ്റെ ഫോണിൽ ചെയ്യാനുണ്ട്. അതിപ്പോ എനിക്ക് എന്താണ് അത് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പോ അത് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഇതാണ്, സെറ്റിംഗ്സിൽ പോയി ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഗതികൾ കിട്ടും. അപ്പോ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നോക്കണം. ആരോ എന്റെ എവിടെയാ? സമയപരിമിതി. ആരോ എവിടെയാ? ഏരോ നേരത്തെ പറഞ്ഞ ലൈവ് ഇന്ററാക്ഷന്റെ ബട്ടൺ ഉണ്ടല്ലോ, ലൈവിൽ മൂന്ന് സംഭവം അതേ ക്ലിക്ക് ചെയ്യണം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴെ 1 2 3 4 ഒരു ഐക്കൺ ആരോ കാണാൻ ഉണ്ട്. കഴിയില്ലേ? റൈറ്റ് അതിലൊരെണ്ണം ആരോ. ഓക്കെ സ്ക്രീൻ ഷെയറിംഗ് ആണ്. ഓക്കെ താങ്ക് യു. അടുത്തത് പിന്നെ നമ്മൾ യൂട്യൂബ് സമ്മറൈസർ. നമ്മളൊരു ഇന്നത്തെ ഇപ്പൊ ഈ വീഡിയോ ഇന്ന് റെക്കോർഡിംഗ് ഉണ്ടാവല്ലോ, ഈ റെക്കോർഡിങ് ഒരു ലിങ്ക് റെക്കോർഡിംഗിന്റെ ഓപ്പൺ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എല്ലാ ലിങ്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, എന്നാലും ഒരു വിധത്തിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് നമ്മളൊരു യൂട്യൂബ് ലിങ്ക് ജസ്റ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇതിന്റെ കണ്ടന്റ് എന്താണ്, സമ്മറി എന്താണെന്ന് ഇതിനോട് ചോദിക്കേണ്ട താമസം അത് ഇതിന്റെ ഡീറ്റെയിൽസ് തരും. ജസ്റ്റ് യൂട്യൂബ് ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് യൂട്യൂബ് ഇതിന്റെ എന്താണ് നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലാസ് മിസ് ചെയ്യും ചിലപ്പോ. വേറൊരു ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കണ്ടന്റ്. ഉദാഹരണത്തിന് എനിക്ക് ഒരു ട്രെയിനർ ആവണം, ഒരു മികച്ച ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ എന്നിൽ വരുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന യൂട്യൂബ് വീഡിയോസ് വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് ജെമിനിയോട് തന്നെ പറയും, ജെമിനി എനിക്ക് ഇന്ന വീഡിയോസ് ഒക്കെ വേണ്ടത്, അത് ഏറ്റവും നല്ല റിവ്യൂ ഉള്ള ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിങ്കും ജെമിനി തരും. നമ്മൾ കുറെ നേരം യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഇതാണോ അതാണോ എന്നൊക്കെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിനോട് പറയാ എനിക്ക് ഇന്ന യൂട്യൂബ് ലിങ്കുകൾ വേണ്ടതെന്ന് പറയേണ്ട താമസം യൂട്യൂബ് ലിങ്കുകൾ ഇത് തരും. നമ്മളത് ഒരുപാട് സെർച്ച് ചെയ്തുകൊണ്ട് സമയം നശിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് സപ്പോർട്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കഥകളൊക്കെ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് പ്രസംഗങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ നമ്മള് പണ്ടൊക്കെ ഓരോ മലയാള മാഷിന്റെ അടുത്തൊക്കെ പോയിട്ട് ഒരു പ്രസംഗമൊക്കെ എഴുതിപ്പിച്ച് കുട്ടികൾക്ക് മത്സരത്തിനൊക്കെ കൊടുക്കൂലേ? അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നല്ലൊരു പ്രസംഗം വേണമെന്ന് പറയുന്ന താമസം പ്രസംഗം റെഡി. പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയാൽ മതിയാവും. അതേപോലെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പറയുകയേ വേണ്ടു. എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് അല്ലെങ്കിൽ എൻ്റെ 3 വയസ്സുള്ള മകന് പറ്റിയ രീതിയിൽ നല്ലൊരു കഥ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനി പലപ്പോഴും ചെറിയ കഥകളൊക്കെ ആയിരിക്കും. അപ്പൊ ഈ കഥ ശരിയില്ല, എനിക്ക് കുറച്ചുകൂടി വലിയ കഥ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഥ പറഞ്ഞുതരും. അപ്പോൾ സാധ്യതകൾ നിരവധിയാണ്. പിന്നെ അവസാനമായിട്ട് ഡെയിലി ഷെഡ്യൂൾ ആൻഡ് ടൈം പ്ലാനർ. അപ്പോൾ നമ്മള് ഇപ്പോ ഒരു ദിവസം തുടങ്ങുകയല്ലേ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാനിങ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ നമുക്ക് വേർഡ് രൂപത്തിൽ വരെ ജെമിനി ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. നമ്മളെ ഷെഡ്യൂൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു, എന്നാലും എന്തായാലും നമുക്ക് നീണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് ഇന്നത്തെ സെഷൻ. അപ്പോ ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ടെക്നോളജിയിൽ പല നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും ഒക്കെ ഉണ്ട്. നമ്മളെ എപ്പോഴും ഇങ്ങനെയുള്ള ടൂളുകളെ നമ്മുടെ വേലക്കാരായിട്ട് വെക്കുക. ജെമിനി നല്ലൊരു വേലക്കാരനാണ്, നല്ലൊരു യജമാനനല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ നമ്മൾ ഇതിന്റെ അടിമകളായി പോവാതിരിക്കുക. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ യൂസ് ചെയ്യാത്ത പലപ്പോഴും ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഈ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യാതെ ആയി പോവാതിരിക്കുന്ന കണ്ടീഷൻ ഉണ്ടാവരുത്. നമ്മളെപ്പോഴും നമ്മളെ വേലക്കാരാക്കി മാറ്റിക്കൊണ്ട് പണിയെടുപ്പിക്കുക, നമ്മുടെ പണി വേഗത്തിലാക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ഉപയോഗപ്പെടുത്തുക, മറ്റുള്ളവർക്ക്
പങ്കുവെക്കുക, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇതുവഴി ഇൻക്രീസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരിക്കലും ഹ്യൂമൻ ഇന്റലിജൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല, പക്ഷെ ഇത് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നമുക്കതിനെ ഹ്യൂമൻ ഇന്റലിജൻസിനെ AI ടൂൾ വെച്ചുകൊണ്ട് ആംപ്ലിഫൈ ചെയ്യാനാണ് നമുക്ക് പറ്റുക. ഇപ്പോൾ എല്ലാവർക്കും ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോഡക്ടിവിറ്റികൾ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടി വിംബിളിനും വിംബിൾ അക്കാദമിക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫൈസി. സച്ച് എ സൂപ്പർ സെഷൻ, വെരി യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ്. ഈ ഒരു സംഭവം ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഐ ഓപ്പണിങ്. എന്തൊക്കെ ഇതിന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പം മനസ്സിലായി. കുറേയൊക്കെ കാര്യങ്ങൾ ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഉള്ള ഒരു ടൂളാക്കി മാറ്റാനായിട്ട് പറ്റുമെന്നുള്ളത് മനസ്സിലായി. ആൻഡ് ഐ പറഞ്ഞില്ലേ അനവധി, യു മെയ്ഡ് എ കമന്റ് ദാറ്റ് സാധ്യതകൾ അനവധി നിരവധിയാണ്. അത് ശരിക്കും അങ്ങനെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായി. കാരണം ഈ സംഭവം ഉപയോഗിക്കാതിരുന്നത്, ഇത്രയും നാൾ ഉപയോഗിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ വരുത്തക്ക പോലെ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. സോ എനിവേ ഗുഡ് തിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പം മരുന്നിന്റെ കാര്യം പറഞ്ഞില്ല. ഇന്നലെ ഞാനൊരു ഡോക്ടറെ അടുത്ത് ഒരു മരുന്ന് മേടിച്ചപ്പോൾ അത് സാധാരണ ചെയ്യുന്നത് പിന്നെ അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽ എടുക്കുക ചെയ്യുന്നത്. അതിന് പകരം ഇതിനാ ഫോട്ടോ കാണിച്ച് അത് മുഴുവൻ പറഞ്ഞു തരുമെങ്കിൽ നമുക്ക് സ്റ്റെപ്സ് കുറയ്ക്കാൻ പറ്റുമല്ലോ. ഡീറ്റെയിൽ എല്ലാം ഒരു ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് ഇതേ പ്രോഡക്റ്റിന്റെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രൈസ് ആണോ, വേറെ എന്തൊക്കെ പ്രൈസ് ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ചോദിക്കുകയും കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാവും. എന്തും നമ്മൾ ചോദിക്കുന്നതിന്റെ താമസമേ ഉള്ളൂ, ഉത്തരം തരുമല്ലേ മിക്കവാറും. പിന്നെ ഏറ്റവും അത് തുറക്കുന്നുണ്ട്, ഇത് പറയുന്നുണ്ട് ജെമിനി ഈസ് AI ആൻഡ് ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും സൂക്ഷിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിസ്റ്റേക്ക് എന്ന രീതിയിലില്ല, ചില സമയം നമുക്ക് 100% ശരിയാണെന്നുള്ള രീതിയിൽ ഉത്തരം തരും. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇത് അങ്ങനെയാണ്, ഇത് ഇന്ന ഇൻഫർമേഷൻ ഇതാണെന്ന് പറയുമ്പോൾ മുഴുവൻ തെറ്റായിരിക്കും ചിലപ്പോ. അതെ അതെ അതെ. അപ്പൊ അത് സൂക്ഷിക്കണം. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞ വാർണിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യു ആർ സെയിങ് ദാറ്റ് നമ്മള് അതിനെ മാസ്റ്റർ ആക്കാതെ നമ്മൾ നമ്മുടെ ബുദ്ധിയെ കൂടെ ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നല്ല ടൂളും നല്ല ഫെസിലിറ്റിയും ഒക്കെയാണ്. ബട്ട് വി ഓൾസോ നീഡ് ടു യൂസ് അവർ ബ്രെയിൻ ആൻഡ് യൂസ് ഇറ്റ് ഇന്റലിജന്റ്ലി എന്നുള്ള ഒരു വാർണിംഗും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ എനിവേ വെരി ഗുഡ്, സച്ച് ഐ ഓപ്പണിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് സെഷൻ. താങ്ക് യു സോ മച്ച്. മച്ച് നീഡഡ് ആയിരുന്നു കേട്ടോ. ഫൈസി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, നല്ല സെഷൻ ആയിരുന്നു. ഞാനും ജെമിനി അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഇത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമ്മളെ ഏതോ ഒരു സിനിമയിൽ സായികുമാർ പറയുന്ന പോലെ നിന്റെ മസില് മതി മണ്ട വേണ്ട എന്ന് പറയുന്ന പോലെ ജെമിനിയുടെ മണ്ടയല്ല നമ്മുടെ മണ്ട ഉപയോഗിക്കണം എന്നുള്ളത് ഒരു വളരെ നല്ല കോഷനാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫൈസൽ സർ. ഗുഡ് മോർണിംഗ് റാവ് സർ. നല്ല സെഷൻ ആയിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൽ ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ചിലതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഈ ബിജു സാർ പറഞ്ഞതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല കേട്ടോ. നമ്മളെക്കാൾ വലിയ മണ്ടയാണ് അവർക്കുള്ളത്. അപ്പം മണ്ടയും അവരെന്നെ ഉപയോഗിച്ചേട്ടെ എന്നാണ് എൻ്റെ പക്ഷം. ഓക്കെ, സൂസൻ മാം നേരത്തെ ചോദിച്ചേ ഒന്ന് രണ്ട് പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതേ അതൊരു ടോഗിൾ ബട്ടൺ അല്ലേ? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുമ്പത്തെ ചാറ്റെല്ലാം അത് ഓർത്തിരിക്കണോ വേണ്ടേ എന്നുള്ളത് മാത്രമാണ്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നമ്മുടെ മുമ്പ് എങ്ങനെയാണോ അതിനോട് ഇന്ററാക്ട് ചെയ്തത് അതിനനുസരിച്ചാണ് അത് ആൻസർ തരുന്നത്. അതുപോലെ സാറ് പറഞ്ഞ ജംസും അവതാറൊക്കെ പ്രോ ഫീച്ചർ എന്നാണ് എൻ്റെ അറിവ്. എന്റർപ്രൈസ് അക്കൗണ്ട് വേണമായിരിക്കും അല്ലെ? ജസ്റ്റ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് നമ്മളെ അഡ്വാൻസ്ഡ് ആണോ? അഡ്വാൻസ്ഡിലും എന്റർപ്രൈസിലും ഉണ്ടാവും. അല്ല, പ്രോ വെർഷൻ തന്നെയാണ് അത്. നാട്ടിലുള്ള നെറ്റ്വർക്ക് ഇല്ലേ, ജിയോന്റെ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. അതായിരിക്കും.
നമുക്ക് ഇവിടെ $20 പെർ മന്ത്. ഞാൻ ഞങ്ങൾക്ക് ഓഫീസിൽ കോപ്പൈലറ്റ് ഉണ്ട്, അഡ്വാൻസ്ഡ് എന്റർപ്രൈസ് വേർഷൻ. അതിനകത്ത് നമുക്ക് ഈ ജെമിനായിയുടെ ജംസ് പോലെ ഏജന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. കോപ്പൈലറ്റിലെ ഏജന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എന്താ പറയാ തൊഴിലാളിയാണ്. നമുക്ക് എന്ത് പണി എടുപ്പിക്കാം. അത് ഓരോന്നിനും ഓരോരോ ഏജന്റ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പറയേണ്ട കാര്യമില്ല. ഇപ്പം സൂസൻ മാം ഇപ്പോൾ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഏജന്റ് എടുക്കുക, കണ്ടന്റ് കൊടുക്കുക, ബാക്കിയൊക്കെ അതിനറിയാം എന്താ ചെയ്യേണ്ടത്. ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ മതി. ഇന്നിപ്പം ഇന്ന് 8 മണിക്കാണ് സെഷൻ, ഇന്നതാണ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും പറയണ്ട, ബാക്കിയെല്ലാം അതിനറിയാം. ഞാൻ ഉണ്ടാക്കേണ്ടത് പോസ്റ്ററാണ്, വിംബിളുടെ ലോഗോണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. എൻ്റെ ഫോട്ടോ കാർഡിൽ നേരത്തെ ഉണ്ടല്ലോ, ഫോട്ടോ അതിൽ കൊടുക്കണം. അതുപോലെ പോസ്റ്ററിൻ്റെ ലുക്ക് ഇതായിരിക്കണം, ഉപയോഗിക്കുന്ന ഫോണ്ട് ഇതായിരിക്കണം. ഇതൊക്കെ നമുക്ക് നേരത്തെ അതിനറിയാം അങ്ങനെ. പക്ഷേ കോപ്പൈലറ്റ് കുറച്ച് കോസ്റ്റ്ലി ആണ് കമ്പാരിറ്റീവ്ലി. എന്തായാലും അടിപൊളി സെഷൻ. ഇനിയും ഇതുപോലെയുള്ള സെഷനൊക്കെ ആയിട്ട് വരിക. സാർ പറഞ്ഞ പോലെ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ്. പിന്നെ അവനവൻ്റെ ബുദ്ധിയൊക്കെ ഒന്ന് പോവാതെ നോക്കുക എന്നുള്ളതും ഉണ്ട്. താങ്ക് യു സാർ. പറയൂ സാർ. ഞാൻ മണ്ട വേണ്ടാന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി, ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. ഓക്കെ. പിന്നെ എനിക്കിവിടെ ഞാൻ ജിയോ വേർഷൻ ആയതുകൊണ്ട് എനിക്ക് അവതാർ ഓപ്ഷൻ ഒക്കെ ഇതിലുണ്ട്. അതെ അത് അഡ്വാൻസ്ഡിൽ വരുന്നതാണ്. അഡ്വാൻസ്ഡ് എനിക്ക് ഞാൻ നോക്കാം. അതെ, ജിയോയുടെ നെറ്റ് എടുക്കുവാണെങ്കിലാണോ? ജിയോയുടെ ആണ് എന്റേത് ഉള്ളത്. ജിയോയുടെ കണക്ഷൻ എന്റെ മൊബൈൽ കണക്ഷൻ ജിയോ ആണ്. ജിയോയുടെ മൊബൈൽ കണക്ഷൻ ആണെങ്കിൽ അല്ലേ? അപ്പൊ അവർക്കൊരു 5G ഓഫർ ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതൊക്കെ കിട്ടും. നമ്മുടെ IPL ഒക്കെ ഉണ്ട് ഫ്രീ ആയിട്ട്. അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് വേണ്ട. അപ്പൊ അത് ഇന്റർനെറ്റിന്റെ അല്ല, മൊബൈൽ കണക്ഷൻ. മൊബൈൽ കണക്ഷൻ. അപ്പൊ അവര് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടെ കുറെ ഫീച്ചേഴ്സ് എക്സ്ട്രാ തരുന്നുണ്ട് ജിയോ. അപ്പൊ അത് ജിയോയുടേതായിരിക്കും. എനിക്കിതില് പല ഫീച്ചറുകളും ജെമിനിയിൽ ഉണ്ട്. ഞാൻ ജെമിനി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജെമിനിക്ക് ഞാൻ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അറിയാൻ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് ആ ലെവലിലുള്ള ഉത്തരങ്ങളെ എനിക്ക് തരാറുള്ളൂ. അവിടെയാണ് പേഴ്സണലൈസ്ഡ് മറ്റേ ഇന്റലിജൻസിന്റെ ഇത് വരുന്നത്. പിന്നീട് നമ്മള് ചോദിക്കുന്ന ഡൗട്ടും നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ള രൂപത്തിലാണ് അത് ആൻസർ ചെയ്യുക. അതെ. എന്റെ കയ്യിലിരിക്കുന്നത് പിക്സൽ ഫോൺ. 2 ഫോൺ ഉണ്ട്, ഒരെണ്ണം പിക്സൽ ആണ്. അതിനകത്ത് ഈ പറയുന്ന എന്റർപ്രൈസ് വേർഷൻ ഒക്കെ ഫ്രീ ആണ്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന സബ്ജക്ട് ജെമിനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും കൃത്യമായിട്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ജെമിനിയോട് ചോദിച്ചാൽ അത് കോപ്പി ചെയ്യാറില്ല. ഞാൻ അതിൽ നിന്ന് പോയിന്റ് എടുത്തിട്ട് എന്റേതായ ലാംഗ്വേജിലാണ് ഞാൻ പ്രസന്റ് ചെയ്യാറ്. അതെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എല്ലാ ക്ലാസ് ഒരേപോലെ ആവും. അതെ. ഞാനിതുപോലെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. നമ്മള് അരമണിക്കൂർ 1 മണിക്കൂർ അതിൽ തന്നെ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു സമയം ലിമിറ്റിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ നല്ലതാണ്. താങ്ക് യു ഫൈസൽ സാർ. ഞാനും ജെമിനി യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കുറെ ഒന്നും യൂസ് ചെയ്യാറില്ല. സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എന്തായാലും ചെയ്ത് നോക്കണം. താങ്ക് യു. ഇപ്പോൾ എന്റെ സിസ്റ്റർ പറയാറുണ്ട്, ഞാൻ ChatGPT എപ്പോഴും പറയുമ്പോൾ അവള് പറയും ആള് സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവര് കോപ്പൈലറ്റ് ആണ് യൂസ് ചെയ്യാന്ന് പറയാം. ഇപ്പൊ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ 360 കോപ്പൈലറ്റ് എല്ലാം അവര് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് പെട്ടെന്ന് പവർ പോയിന്റിലായി കഴിഞ്ഞാലും ഏതിലായി കഴിഞ്ഞാലും വളരെ രീതിയിൽ നമ്മളെ റൗസർ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പെയ്ഡ് ആണെന്നുള്ളത്.
എനിവേ ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ ഡീറ്റെയിൽഡ് വെർഷൻ ഓഫ് ക്ലാസ്. ഓക്കെ, കുറച്ചും കൂടെ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോ വേർഷൻ എടുത്താലേ മറ്റേ പെയ്ഡ് വേർഷൻ എടുത്താലേ കൂടുതൽ ഓപ്ഷൻസ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് ഇതില് ബേസിക് വേർഷനിൽ അപ്പൊ നീ അടുത്ത ക്ലാസ് എടുക്കുമ്പോഴേ ബേസിക് വേർഷനിൽ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇൻക്ലൂഡ് ചെയ്യണേ. പെയ്ഡ് അല്ല, പെയ്ഡ് ഫീച്ചേഴ്സ് അവിടെ ഉണ്ട്, പക്ഷെ ബേസിക്കിൽ ഏറ്റവും കൂടുതൽ എല്ലാം മാക്സിമം യൂസ് ചെയ്യത്തക്ക പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണേ. തീർച്ചയായിട്ടും നമുക്ക് Thank you. ചെയ്യാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? സിനിമ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ. താങ്ക് യു ഓൾ. Thank you. Thank you. Thank you all. Thank you all.